ഹായ് ഓൾ. സോ നമ്മളുടെ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിയോളജിയുടെ സെക്കൻഡ് മൊഡ്യൂളാണ് കേട്ടോ. സെക്കൻഡ് മൊഡ്യൂൾ എന്നാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നാണ് മൊഡ്യൂളിന്റെ പേര്. എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ള ഞാൻ ജസ്റ്റ് ഔട്ട്ലൈൻ പറഞ്ഞുതരാം. ഈ ഒരു മൊഡ്യൂൾ പറയുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റം തന്നെയാണ്. വെച്ചാൽ ബ്രെയിന്, സ്പൈനൽ കോഡ്, പിന്നെ അതിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഔട്ട്ലൈനാണ് മൊത്തത്തിൽ പറയുന്നത്. നമുക്കൊന്ന് ചാപ്റ്ററിൽ പോവാം. ഓക്കെ, സെൻട്രൽ നെർവസ് സിസ്റ്റം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ബോഡിയിൽ ഒരു നെർവസ് സിസ്റ്റം ഉണ്ടല്ലേ, ലൈക്ക് ഒരുപാട് ഭയങ്കരമായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു നെർവസ് സിസ്റ്റം നമുക്ക് പ്രസന്റ് ആണ്. ലൈക്ക് ബ്രെയിനും സ്പൈനൽ കോഡും ഒരുപാട് സെൻസറി ന്യൂറോൺസും മോട്ടോർ ന്യൂറോൺസും അങ്ങനെ അത്തരത്തിൽ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു എന്താ പറയുക ന്യൂറോൺ സിസ്റ്റം തന്നെ, അഥവാ നെർവസ് സിസ്റ്റം തന്നെ നമ്മളുടെ പ്രസന്റ് ആണ്. സോ ഈ ഒരു എന്താ പറയുക ഈ ഒരു നെർവസ് സിസ്റ്റം ഉണ്ടല്ലോ, ഈ ഒരു നെർവസ് സിസ്റ്റത്തിനെ നമ്മൾ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. എന്തിന്റെ ബേസിസിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രെയിനും സ്പൈനൽ കോഡും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു നെർവസ് സിസ്റ്റം, അത് സെൻട്രൽ നെർവസ് സിസ്റ്റം. അതല്ലാണ്ട് ഈ ഒരു നമ്മുടെ സെൻസറി ന്യൂറോൺസും അതുപോലെ മോട്ടോർ ന്യൂറോൺസും അത്തരത്തിലൊരു വലിയൊരു പാത്വേ നമ്മുടെ ബോഡിയിലുണ്ട്. സോ അതൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള പെരിഫറൽ നെർവസ് സിസ്റ്റം. ഇത്തരത്തിൽ രണ്ട് നെർവസ് സിസ്റ്റം ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ സെൻട്രൽ നെർവസ് സിസ്റ്റം നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ബ്രെയിനും സ്പൈനൽ കോഡാണ് അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. സോ അതാണ് ഭയങ്കരമായിട്ട് എന്താ പറയുക പ്രൊമിനന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അവിടെയാണ് മെയിൻ ആയിട്ടുള്ള പരിപാടികളും പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, അതായത് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത് സെൻട്രൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റം ഈ ഒരു പേര് തന്നെ തരാം, സെൻട്രൽ നെർവസ് സിസ്റ്റം. ലൈക്ക് അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബോഡിയുടെ ഈ ഒരു സൈഡിൽ, ബാക്ക് സൈഡിലായിട്ടാണ് ഈ ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റം കാര്യങ്ങളൊക്കെ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് തന്നെ നമുക്ക് രണ്ട് പാർട്ടാക്കി തിരിക്കാൻ പറ്റും. ബ്രെയിനും സ്പൈനൽ കോഡായിട്ട് തിരിക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു അതിൻ്റെ ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ കുറിച്ച് നോക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ബ്രെയിൻ ആണെന്നുണ്ടെങ്കിൽ പ്രൊട്ടക്റ്റഡ് ആണ്. ലൈക്ക് നമുക്കറിയാലോ സ്കള്ളിൻ്റെ ഉള്ളിൽ പ്രൊട്ടക്റ്റഡ് ആണ് ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെയാണ് സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡ് എവിടെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് എടുക്കുന്നത്? ഈ വെർട്ടിബ്രൽ കോഡ് നമ്മൾ പറയും, അഥവാ നമ്മുടെ നട്ടെല്ലുണ്ടല്ലോ, ആ ഒരു എല്ലിന്റെ ഉള്ളിൽ ബോഡി ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിന്റെ ഉള്ളിൽ പ്രൊട്ടക്റ്റഡ് ആണ്. ബ്രെയിൻ ആണെങ്കിലും സ്പൈനൽ കോഡ് ആണെന്നുണ്ടെങ്കിലും. ഓക്കെ, അതുപോലെ തന്നെ ബ്രെയിന് വേറെ ഉണ്ടല്ലോ, മെനിഞ്ചസ് പറഞ്ഞ 3 ലെയർ ഉണ്ട്, അതിനുള്ള സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട്. അതുപോലെ തന്നെയാണ് എന്തിനും സ്പൈനൽ കോഡാണ്. അവിടെയുണ്ട് ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ. ആൻഡ് ഈ ഒരു ബ്രെയിനും അതുപോലെ തന്നെ ഈ ഒരു സ്പൈനൽ കോഡ് ഉണ്ടല്ലോ, അത് നമ്മൾ രണ്ട് ഡിഫറെന്റ് ആയി പറഞ്ഞു, രണ്ട് പോർഷൻ ആക്കാമെന്ന രീതിയിൽ പറഞ്ഞു. സോ ഈ ഒരു ബ്രെയിനും സ്പൈനൽ കോഡും നമ്മൾ കണക്ട് ആവുന്ന ആ ഒരു പോർഷന്, അല്ലെങ്കിൽ ആ ഒരു ഓപ്പണിംഗ് പറയുന്ന പേരാണ് ഫോറാമൻ മാഗ്നം. ഓക്കെ, ഫോറാമൻ മാഗ്നം മറക്കരുത്, അത് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. അഥവാ മേ ബി ഒരു 1 വേർഡ്, ഒരു 1 മാർക്കിന്റെ ചോദിക്കാൻ സാധ്യതയുള്ള ചാൻസ് ഉള്ള ഒരു നെയിമാണ്. ഓക്കെ, ഫോറാമൻ മാഗ്നം. ഓക്കെ, ഇതിൽ തന്നെ നമുക്കറിയാം എന്താ പറയാ, ഈ ഒരു ബ്രെയിന് നോക്കുന്നുണ്ടെങ്കിൽ തന്നെ ബ്രെയിനിനെ തന്നെ നമ്മൾ 3 തിരിച്ചിട്ടുണ്ട്. ഫോർ ബ്രെയിന്, മിഡ് ബ്രെയിന്, ഹൈൻഡ് ബ്രെയിന്. ഓക്കെ, ബ്രെയിനെ നമ്മൾ 3 തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫോർ ബ്രെയിന്, മിഡ് ബ്രെയിന്, ഹൈൻഡ് ബ്രെയിൻ. ഓക്കെ, ഫോർ ബ്രെയിന്, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ. ഈ ഇതിൽ ബ്രെയിൻ നമ്മൾ 3 തിരിച്ചിട്ടുണ്ട്. ഇതാണ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ഒരു പിക്ചർ കേട്ടോ. ഒരു ഔട്ട്ലൈൻ ജസ്റ്റ് കാഷ്വൽ ആയിട്ട് വരച്ചാണ്. സോ ഇതാണ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ഒരു പിക്ചർ. ഇവിടെ എന്താ ഉള്ളത്? ബ്രെയിൻ ഉണ്ട്, സ്പൈനൽ കോഡ് ഉണ്ട്, ഓരോന്നൊക്കെ ഡിഫറെന്റ് ആക്കിയിട്ടുണ്ട്. സോ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാട്ടോ. അതിൽ ആദ്യത്തെ സംഭവമായിരുന്നു എന്ത്? ഫോർ ബ്രെയിൻ. ബ്രെയിനിനെ ഫോർ ബ്രെയിന്, മിഡ് ബ്രെയിന്, ഹൈൻഡ് ബ്രെയിനാണ് തിരിച്ചിട്ടുണ്ട്. അതിന്റെ സ്ട്രക്ചർ എന്താ പറയാ പൊസിഷന്റെ ബേസിസിലാണ് തിരിച്ചിട്ടുള്ളത്. അതിൽ ഈ ഫോർ ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പിലുള്ള, ഏറ്റവും അപ്പർ റീജിയനിലുള്ള പൊസിഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്, ഫോർ ബ്രെയിനിലുള്ള. അപ്പൊ ഈ ഫോർ ബ്രെയിനിൽ എന്തൊക്കെ സംഭവങ്ങളാണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. നമുക്ക് സെറിബ്രം ഉണ്ട്, ഹിപ്പോ ക്യാമ്പസ് ഉണ്ട്, അമിഗ്ഡാല ഉണ്ട്, ബേസൽ ഗാംഗ്ലിയ, തലാമസ്, ഹൈപ്പോ തലാമസ്, എപ്പി തലാമസ്, പീനൽ ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, അങ്ങനെ ഒരുപാട് സംഭവം ഉണ്ട് ഇവിടെ ഫോർ ബ്രെയിനിൽ. അതുപോലെ തന്നെ ഈ ഫോർ ബ്രെയിനിനെ തന്നെ നമ്മൾ രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ടീലെൻസെഫാലം, ഡിഎൻസെഫാലം, അങ്ങനെ ഇത്തരത്തില് ഒരുപാട് ഡിവിഷൻസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വലിയൊരു റീജിയനാണ് എന്ത്? ഫോർ ബ്രെയിൻ എന്ന് പറയുന്നത്. ബ്രെയിൻ ഏറ്റവും വലിയ റീജിയനാണ് ഫോർ ബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഫോർ ബ്രെയിൻ പറയുന്ന സമയത്ത് ആദ്യം നമുക്കിങ്ങനെ ഓരോ സാധനം തൊട്ട് തന്നെ പറഞ്ഞു പോകും. ഓക്കെ, അതിൽ ആദ്യം സെറിബ്രം നോക്കുന്നുണ്ടെങ്കിൽ ആദ്യം എന്താ പറയുക, സെറിബ്രം പറയുന്നതിന് മുമ്പ് വേറെ കാര്യം പറയാനുണ്ട്. നമ്മൾ പറഞ്ഞ ഫോർ ബ്രെയിൻ ഉണ്ടല്ലോ, ഫോർ ബ്രെയിൻ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. ടീലെൻസെഫാലം, ഡിഎൻസെഫാലം. ഒരു ടീലെൻസെഫാലമിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള, ഓക്കെ, അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് സെറിബ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നമുക്ക് ആദ്യം ടീലെൻസെഫാലമുള്ള കാര്യങ്ങൾ പറയാം, അതിനുശേഷം ഡിഎൻസെഫാലമുള്ള കാര്യങ്ങൾ പറയാം, അങ്ങനെ പോകാം കേട്ടോ. ആദ്യം ടീലെൻസെഫാലമിലുള്ള മെയിൻ ആയിട്ടുള്ള ഏറ്റവും വലിയ പോർഷനാണ് എന്ത്? സെറിബ്രം എന്ന് പറയുന്നത്.
സെറിബ്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് നടക്കുന്ന ഒരു റീജിയനാണ്. ഏറ്റവും വലിയ റീജിയനാണ്. ഔട്ടർ ആയിട്ട് വൈറ്റ് മാറ്റർ, ഇന്നർ ആയിട്ട് ഗ്രേ മാറ്റർ ഉള്ള റീജിയനാണ്. അതിന്റെ 2 ഹെമിസ്ഫിയർ ഉണ്ട്. നമ്മളെല്ലാവരും ബ്രെയിൻ കാണുമ്പോൾ എല്ലാവരും പൊതുവെ ആ ഒരു സെറിബ്രത്തിന്റെ സ്ട്രക്ചർ ആയിരിക്കും ഓർത്ത് വെച്ചിട്ടുണ്ടാവുക. ഓക്കെ, ഈ ഒരു 2 ഹെമിസ്ഫിയർ ഉണ്ട് നമുക്കറിയാം. ഒരു സൈഡിൽ ഇങ്ങനെ ഉണ്ട്, ഒരു സൈഡിൽ ഇങ്ങനെ ഉണ്ട്. രണ്ടും കണക്റ്റഡ് അല്ല, കണക്റ്റഡ് അല്ല എന്നല്ല, രണ്ടിന്റെ ഇടയിൽ വലിയൊരു ഫിഷർ ഉണ്ട്, അഥവാ ഒരു ചാല് പോലെ, ഒരു കുഴി പോലെ ഒരു സംഭവം ഉണ്ട്. പക്ഷേ എങ്ങനെയൊക്കെ ഫിഷർ ഉണ്ടെങ്കിൽ പോലും രണ്ടും കണക്റ്റഡ് ആണ്. അത് രണ്ടിനും കണക്ട് ചെയ്യുന്ന ആ ഒരു പാർട്ടിന്റെ പേരാണ് കോർപ്പസ് കാലോസം എന്ന് പറയുന്നത്. ഈ കോർപ്പസ് കാലോസമാണ് ഈ രണ്ടെണ്ണത്തിന് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇതിൽ തന്നെ വേറെ ഈ ഒരു സെറിബ്രത്തിൽ തന്നെ നമുക്ക് ഒരു 4 ലോബ്സ് ആയി തിരിക്കാൻ പറ്റും. ടെമ്പറൽ ലോബ്, പാരറ്റൽ ലോബ്, ഓക്സിപിറ്റൽ ലോബ് ആൻഡ് ഫ്രോണ്ടൽ ലോബ്. ഓക്കെ, ഇതില് ഫ്രോണ്ടൽ ലോബിലാണ് നമ്മുടെ എന്താ പറയാ ഈ ഒരു റീസണിങ്, അതുപോലെ പ്രോബ്ലം സോൾവിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ പാരറ്റൽ ലോബിലാണ് ഈ ഒരു ടെമ്പറേച്ചർ, പ്രഷർ, ടച്ച് കാര്യങ്ങളൊക്കെ സെൻസ് ചെയ്യുന്നത്. ആൻഡ് ഓക്സിപിറ്റൽ ലോബിലാണ് വിഷനറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത് ഓക്സിപിറ്റൽ ലോബിലാണ്. ആൻഡ് ഫൈനലായിട്ട് ടെമ്പറൽ ലോബ്. ഈ ഒരു ടെമ്പറൽ ലോബിലാണ് നമ്മുടെ എന്താ പറയാ ഓഡീഷനും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഈ ഒരു എന്താ പറയുക ഓഡീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സെൻസേഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നത് എവിടെയാണ്? ടെമ്പറൽ ലോബിലാണ്. സോ ഇത്തരത്തിൽ ഈ ഒരു സെറിബ്രത്തിനെ തന്നെ നമ്മൾ ഒരുപാട് ഡിവിഷൻ ആക്കിയിട്ടുണ്ട്. സെറിബ്രത്തിന് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഉണ്ട്. സോ ഇതൊക്കെ നമ്മൾ നോക്കി അല്ലേ. അപ്പോൾ ഒരു സെറിബ്രം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ ഒരുപാട് കാര്യങ്ങൾ എഴുതാൻ വേണ്ടി പറ്റും. ഇത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ പാർട്ടാണ്. അതിൽ തന്നെ എന്താണ് ബ്രെയിൻ, ഫോർ ബ്രെയിൻ്റെ ഒരു പാർട്ടാണ്. അതിൽ തന്നെ എന്താ പറയാ ടീലെൻസെഫലോണിന്റെ ഒരു പാർട്ടാണ്. ആ രീതിയിലൊക്കെ ഇങ്ങനെ എഴുതി വരാൻ വേണ്ടി പറ്റും. ആൻഡ് അടുത്തതാണ് ഹിപ്പോകാമ്പസ്. ഹിപ്പോകാമ്പസ് എന്ന് പറഞ്ഞാൽ ആ ഒരു പേര് തന്നെ ഒരു സീ ഹോഴ്സ് എന്നാണ് ആ വേർഡിന്റെ മീനിങ്. നമ്മുടെ സീ ഹോഴ്സ് എന്നുള്ള ആ ഒരു നെയിം തന്നെയാണ് സത്യം പറഞ്ഞാൽ ഹിപ്പോകാമ്പസ് എന്നുള്ള ആ ഒരു അതിന്റെ ഒരു സീ ഹോഴ്സിന്റെ സ്ട്രക്ചറാണ് അതിന്. അതുകൊണ്ടാണ് ആ ഒരു നെയിം വന്നിട്ടുള്ളത്. ഇതും 2 ലൈക്ക് ഒരു ഹെമിസ്ഫിയറിൽ ഒന്നും മറ്റേ ഹെമിസ്ഫിയറിൽ വേറെ ഒന്നുമുണ്ട്. ലൈക്ക് ഒരു പെയറായിട്ടാണ് സംഭവം കാണപ്പെടുന്നത്. 2 ഹെമിസ്ഫിയറിലും 2 സാധനങ്ങളുണ്ട്. ഓക്കെ, ഒരു ഹിപ്പോകാമ്പസിന്റെ ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്കൊക്കെ എന്താ പറയാ ഒരുപാട് മെമ്മറീസ് ഉണ്ടല്ലേ. ഈ ഒരു മെമ്മറീസിനൊക്കെ സെൻസറി ഇൻഫോർമേഷൻസ് ആയിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, മെമ്മറീസിനൊക്കെ സെൻസറി ഇൻഫോർമേഷൻസ് കണക്ട് ചെയ്യുക. ചിലപ്പോൾ നമുക്ക് എന്താ പറയാ ഏതെങ്കിലും മഴ പെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മഴ പെയ്യുന്നതിനെ കുറിച്ചൊരു മെമ്മറി ഉണ്ടാവും അല്ലേ. മഴ എങ്ങനെ പെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ചിലപ്പോൾ ആ ഒരു മഴ ആദ്യമായിട്ട് പെയ്യുന്ന ഫസ്റ്റ് ടൈം മഴ പെയ്യുന്ന സമയത്ത് ഒരു സ്മെല്ല് ഉണ്ടാവില്ല. ഒരു മണ്ണിൽ തന്നെ മഴ തട്ടുന്ന സമയത്ത് ഒരു സ്മെല്ല് ഉണ്ടാവും. സോ ആ ഒരു സ്മെല്ലും ആ ഒരു മഴ പെയ്യുന്നുള്ള മെമ്മറി നമ്മൾ കണക്ട് ചെയ്യുക. അത്തരത്തിൽ കണക്ട് ചെയ്തിട്ട് മനസ്സിലാക്കാൻ പറ്റുക. അത്തരത്തിലൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഹിപ്പോകാമ്പസ് ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് ഹിപ്പോകാമ്പസ് എന്ന് പറയുന്നത്. അതിന് അടുത്ത റീജിയനാണ് അമിഗ്ഡാല. അമിഗ്ഡാല എന്ന് പറഞ്ഞാൽ ആൽമണ്ടിന്റെ ഷേപ്പിലുള്ള ഒരു റീജിയനാണ്. അതുകൊണ്ടാണ് ആ അമിഗ്ഡാല എന്നുള്ള പേര് വന്നിട്ടുള്ളത്. ആൽമണ്ട് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു പോർഷൻ അമിഗ്ഡാല എന്ന് പറയുന്നത്. ഇതും നല്ല ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സംഭവം ചെറിയൊരു സാധനമാണ്, പക്ഷെ എന്നിരുന്നാൽ പോലും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. കാരണം എന്ന് വെച്ചാൽ ഈ നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള റെസ്പോൺസസ് ഉണ്ടല്ലോ, ഫിയർ, ആങ്കർ, ആങ്സൈറ്റി, പ്രഷർ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുന്നത് അതൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ കാരണം ഈ ഒരു അമിഗ്ഡാല എന്നുള്ള പോലത്തെ അമിഗ്ഡാലയാണ്. അമിഗ്ഡാലയാണ് ഫിയർ, ആങ്കർ പോലത്തെ ഇമോഷൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ ഇമോഷണൽ റെസ്പോൺസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീജിയനാണ് എന്ത് പറയുന്നത് അമിഗ്ഡാല എന്ന് പറയുന്നത്. അതിന്റെ അടുത്ത റീജിയനാണ് ബേസൽ ഗാംഗ്ലിയ. ബേസൽ ഗാംഗ്ലിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സെറിബ്രത്തിന്റെ കുറച്ച് ഡീപ്പർ ആയിട്ടുള്ള റീജിയൻസിൽ കാണപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ് നമുക്ക് വേണ്ടി വരാൻ പറ്റും. അതിലൊരു കോർപ്പസ് സ്ട്രൈറ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂറോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ന്യൂറോൺ അല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ്. സോ ഇവരുടെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഹാബിറ്റ് ഫോർമേഷൻ. നമുക്ക് എല്ലാവർക്കും ഓരോ ഹാബിറ്റ്സ് ഉണ്ടാവും അല്ലേ. സോ അത്തരത്തിലുള്ള ഹാബിറ്റ്സ് കാര്യങ്ങളും ഫോം ചെയ്യാം. വേണ്ട എന്താ പറയാ ഈ ഒരു റിവാർഡ് റീഎൻഫോഴ്സ്മെന്റ് പോലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും റിവാർഡ് റീഎൻഫോഴ്സ്മെന്റ് ഒക്കെ. ഇപ്പൊ പഠിക്കാനുണ്ടോ അറിയില്ല, ജസ്റ്റ് എന്തായാലും കേട്ടിട്ടുണ്ടാവും റിവാർഡ് റീഎൻഫോഴ്സ്മെന്റ് പോലത്തെ കാര്യങ്ങളൊക്കെ. സോ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്തതും അതിനൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നതൊക്കെ ആരാണ്? ഈ ഒരു ബേസൽ ഗാംഗ്ലിയ കൊണ്ടിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ് ആണ്. ഓക്കെ, ഇതൊരു ഡീപ്പർ ആയിട്ടുള്ള റീജിയനിലാണ് ബേസൽ ഗാംഗ്ലിയ കാണപ്പെടുന്നത്. ഇത്രയും റീജിയനാണ് ടീലെൻസെഫലോണിലുള്ളത്. ഈ ഒരു ബേസൽ ഗാംഗ്ലിയയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ടീലെൻസെഫലോണിലും പ്രസന്റ് ആണ്, അതുപോലെ തന്നെ ഡിഎൻസെഫലോണിലും പ്രസന്റ് ആണ്. അത് ഒരു സ്ഥലത്ത് നിന്ന് മാത്രം പറയാൻ പറ്റില്ല, അത് ഇങ്ങനെ പറന്ന് വരുന്ന സാധനമാണ്, എല്ലായിടത്തും ഉണ്ട് അത്. ഓക്കെ, ഇതിന്റെ അടുത്തത് എന്താണ്? ഡിഎൻസെഫലോൺ. ഈ ഡിഎൻസെഫലോണിലുള്ള റീജിയൻസ് എന്നുള്ള കുറച്ചുകൂടി താഴോട്ടുള്ള റീജിയൻസ് ആണ്. അവിടെ വരുന്നത് തലാമസ് ഉണ്ട്.
ഓക്കെ, ഒരു തലാമസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റിയലൈസേഷൻ ആണ്. ചില മെസ്സേജസ് പാസ് ചെയ്യണം അതിൽക്കൂടെ. മെയിൻ പരിപാടി എന്താ, ബോഡിയുടെ പല ഭാഗത്തു നിന്നുള്ള മെസ്സേജസ് വരുന്നുണ്ട്. ആ മെസ്സേജസിനൊക്കെ സെറിബ്രത്തിലേക്ക് പാസ് ചെയ്യുക, സെറിബ്രൽ കോർട്ടക്സിലേക്ക് ആ മെസ്സേജസിനൊക്കെ എത്തിക്കുക എന്നുള്ളതാണ് ആരുടെ പരിപാടി, ഈ ഒരു തലാമസിന്റെ പരിപാടി. ആൻഡ് ഇവരെന്ന് പറഞ്ഞാലും അത്യാവശ്യം ഡിഎൻസെഫലോണിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് തലാമസ് എന്ന് പറയുന്നത്. ഗ്രേ മേറ്റർ ആണ്, അഥവാ ഗ്രേ മീൻസ് അവിടെ എന്താ പറയുക മാലിൻ ഷീറ്റ് ആക്സെന്റ് ആണ്, അതുകൊണ്ട് തന്നെ ഗ്രേ മേറ്റർ ആണ്. എന്ന് പറഞ്ഞാൽ ഓവൽ ഷേപ്ഡ് ആയിട്ടുള്ള ഇതും 2 പെയറുണ്ട് കേട്ടോ. 2 ഓവൽ ഷേപ്ഡ് എന്ന് പറഞ്ഞാൽ 2 പെയറാണ്, 2 ഹെമിസ്ഫിയേഴ്സിലും ഓരോന്ന് പോലെ ഉണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് തലാമസ് പറയുമ്പോൾ. അതിൽ ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ട്. സോ നമുക്ക് അതിനെ എഴുതാൻ വേണ്ടി പറ്റും. നേരത്തെ സെറിബ്രത്തിന്റെ പറഞ്ഞ പോലെ ഓരോന്നിന്റെ പാർട്ടാണ് അതാണെന്ന് ഇങ്ങനെ പറഞ്ഞ എഴുതാൻ വേണ്ടി പറ്റും. ആൻഡ് അടുത്തതാണ് ഹൈപ്പോ തലാമസ്. തലാമസിനേക്കാളും കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നുണ്ട് ഒരു റീജിയനാണ് ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത്. നമ്മൾ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് ഹൈപ്പോ തലാമസിനെ വിളിക്കാറുണ്ട്. തലാമസിന്റെ താഴെയായിട്ടാണ് ഈ ഒരു ഹൈപ്പോ തലാമസ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. ഹൈപ്പോ തലാമസ് ചെറിയൊരു റീജിയനാണ്, കമ്പാരിറ്റീവ്ലി തലാമസിനെ കമ്പയർ നോക്കുമ്പോൾ അത്ര വലിയ റീജിയൻ ഒന്നുമല്ല, ചെറിയൊരു റീജിയനാണ്. ഇവിടെ തന്നെ എന്താ പറയാ, ഒരുപാട് ഹോർമോണലായിട്ടുള്ള ഫംഗ്ഷൻസ്, ലൈക്ക് ഒരുപാട് ഹോർമോൺസിന്റെ പ്രൊഡക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഹൈപ്പോ തലാമസിന് നല്ല ഫംഗ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ഒരു ഹോമിയോസ്റ്റാസിസ്, ഓക്കെ, എന്താ പറയാ, വിസറൽ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ബോഡിയിൽ ഒരു ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ആർക്ക് നല്ല റോളുണ്ട്, ഹൈപ്പോ തലാമസിന് നല്ല റോളുണ്ട്. എന്താണ് വിസറൽ ആക്ടിവിറ്റീസ്, ലൈക്ക് നമ്മുടെ ഫുഡ് കഴിക്കുന്നുണ്ട്, അതുപോലെ ദാഹിക്കുന്നുണ്ട്, നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള ഫുഡിന്റെ റെഗുലേഷൻ, അതുപോലെ വാട്ടർ റെഗുലേഷൻ, അതുപോലെ ഈ ടെമ്പറേച്ചർ റെഗുലേഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്തിട്ട് ബോഡിയുടെ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ആർക്ക് നല്ല എന്താ പറയാ റോളുണ്ട്, ഹൈപ്പോ തലാമസിന്. ഓക്കെ, ഹൈപ്പോ തലാമസിനാണ് അതിൽ ഭയങ്കര വലിയൊരു റോൾ ഉള്ളത്. ഇനി ഒരു ഫോഴ്സ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ വാട്ടർ റെഗുലേഷനും അതുപോലെ ഈ ഫുഡിന്റെ റെഗുലേഷനും എല്ലാം പഠിക്കാനുണ്ട്. സോ അപ്പോൾ നമ്മൾ അതൊക്കെ കൂടുതലായിട്ട് ഫർദർ ആയിട്ട് പഠിക്കും. ഓക്കെ, ഈ ഒരു ഹൈപ്പോ തലാമസ് ആണ് ആരെ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉണ്ടല്ലോ, ഇത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ മെയിൻ ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത് ഹൈപ്പോ തലാമസ് ആണ്. ഹൈപ്പോ തലാമസ് ആണ് ഇൻഫോർമേഷൻസ് കൊടുക്കുന്നത്, ലൈക്ക് ഇത് റിലീസ് ചെയ്യുന്നുള്ള ഇതിൽ. ഓക്കെ, അതിന് അടുത്തതാണ് എപ്പിതലാമസ്. എപ്പിതലാമസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഈ ഒരു പ്യൂബേർട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യുമല്ലോ. ഓക്കെ, നമ്മളെല്ലാവരും പ്യൂബേർട്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു പ്യൂബേർട്ടി സ്റ്റാർട്ട് ചെയ്യുന്നതും അതിനൊക്കെ ഒരു ഓൺസെറ്റ് ഒക്കെ തീരുമാനിക്കുന്നത് ആരാണ്, എപ്പിതലാമസ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു റിതമിക് ആയിട്ടുള്ള, ഓക്കെ, നമ്മുടെ ബോഡിയിലെ റിതമിക് ആയിട്ടുള്ള സൈക്കിളൊക്കെ സർക്കേഡിയൻ റിതം ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ബയോളജിക്കൽ റിതമൊക്കെ ഉണ്ടല്ലോ. സോ അതിലൊക്കെ ചെറിയ രീതിയിലുള്ള ഒരു ഇൻവോൾവ്മെന്റും കാര്യങ്ങളൊക്കെ ആർക്കുണ്ട്, ഈ ഒരു എപ്പിതലാമസിനുണ്ട്. ആൻഡ് നെക്സ്റ്റ് ആണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഈ ഒരു പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാസ്റ്റർ ഗ്ലാൻഡ്, അല്ലെ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് നമ്മൾ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് വിളിക്കാറുണ്ട്. അതും നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് വഹിക്കുന്ന ഒരു ഗ്ലാൻഡാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ. ഒരുപാട് റിലീസിങ് ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്നത്. സോ ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ് ബാക്കിയുള്ള എന്താ പറയുക ഗ്ലാൻഡ്സിനൊക്കെ ഒരുപാട് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നതും, മീൻസ് ഒരുപാട് റിലീസിങ് ഹോർമോൺസ് പാസ് ചെയ്തിട്ട് അവരൊക്കെ ബാക്കിയുള്ള ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്നതൊക്കെ ആരാണ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്. സോ ഇത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ നോക്കുന്നുണ്ടെങ്കിൽ ഇതും വളരെ ചെറിയൊരു സ്ട്രക്ചറാണ്, കമ്പാരിറ്റീവ്ലി വളരെ ചെറിയൊരു സ്ട്രക്ചറാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ. ഹൈപ്പോതലാമസിന്റെ ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിന്റെ ബേസിസിൽ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്, ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്. ഓക്കെ, അതിന്റെ അടുത്താണ് പിനൽ ഗ്ലാൻഡ്. പിനൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മെയിനായിട്ട് മെലാറ്റോണിൻ ഉണ്ടല്ലോ, അഥവാ നമ്മുടെ ബോഡിയിലെ ബയോളജിക്കൽ റിതം അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒക്കെ ആരാണ്, ഈ ഒരു പിനൽ ഗ്ലാൻഡാണ്. ഒരു പിനൽ ഗ്ലാൻഡാണ് നമ്മുടെ ബോഡിയിലുള്ള ബയോളജിക്കൽ റിതം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, എപ്പോൾ ഉറങ്ങണം, എപ്പോൾ എണീക്കണം, അത്തരത്തിലുള്ള കാര്യങ്ങൾ. സർക്കാരിൽ റിതം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിലുള്ള ബയോളജിക്കൽ റിതം, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും ഒക്കെ, അതിനെ റെഗുലേറ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്, ഈ ഒരു പിനൽ ഗ്ലാൻഡാണ്. ഒരു അരിമണിയുടെ അതുപോലെ റൈസ് ഗ്രെയിൻ്റെ അത്രയും ചെറിയൊരു സ്ട്രക്ചറാണ് എന്ത് പറഞ്ഞാൽ ഈ ഒരു പിനിയൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ. പക്ഷെ ആ സ്ട്രക്ചറിന്റെ വലുപ്പത്തിലല്ല, നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ് എന്ത് പറയുന്നത്, പിനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഇത്രയാണ് ഡിഎൻസെഫലോണിലും പറയാനുള്ളത്. ഈ പാർട്സ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടാണ് എന്തുള്ളത്, ഫോർ ബ്രെയിൻ ഉള്ളത്. ഇതിൽ പിന്നെ പറയേണ്ട ഒരു കാര്യമാണ് ലിംബിക് സിസ്റ്റം. ലിംബിക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൈപ്പോതലാമസ്, തലാമസ്, അതുപോലെ ബേസൽ ഗാംഗ്ലിയ, പിന്നെ എന്താണ് ഹിപ്പോകാമ്പസ് ആൻഡ് അമിഗ്ഡാല. ഇത്രയും സ്ട്രക്ചേഴ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ സിസ്റ്റം ആണ് ലിംബിക് സിസ്റ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. നമുക്ക് ലൈക്ക് എന്താ പറയാ ഒരു ഫീഡിങ്, അതുപോലെ തന്നെ
റീപ്രൊഡക്ഷന്, അതുപോലെ എന്താ പറയുക, ഈ നമ്മുടെ യങ് വൺസിനോടുള്ള കെയറിങ്, ഇത്തരത്തിലുള്ള ഒരുപാട് ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ, ഇമോഷണൽ ആയിട്ടുള്ള ബിഹേവിയറൽ ആയിട്ടുള്ള റെസ്പോൺസ് ഒക്കെ ഉണ്ടാക്കുന്നതിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എന്താണ് സിസ്റ്റമാണ് ലിംബിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഇവരുടെ ഒരു മെയിൻ സർവൈവൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അല്ലെങ്കിൽ ഒരു ലൈക്ക് സർവൈവൽ ബേസിസിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. സർവൈവേഴ്സിന് നമ്മളുടെ ഒരു സർവൈവലിന് വേണ്ടിയിട്ടുള്ള ഈ ഇമോഷൻസും ബിഹേവിയേഴ്സും കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും എന്താ പറയുക അത്തരത്തിലുള്ള എന്താ പറയുക കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യുന്നതിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഒരു ലിംബിക് സിസ്റ്റമാണ്. ഓക്കെ, സോ ഇത്രയാണ് ഫോർ ബ്രെയിനിൽ പറയാനുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മിഡ് ബ്രെയിനിലേക്ക് പോകാം. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ പോർഷൻ എന്താ നോക്കിയേ, ഫോർ ബ്രെയിൻ ആണ്, അതിൻ്റെ റീജിയൻസ്, അതിൻ്റെ ഫങ്ഷൻസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കിയല്ലേ. സോ ഇനി ഫോർ ബ്രെയിൻ കഴിഞ്ഞ് നമ്മളുടെ ഫോർ ബ്രെയിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരുന്നു പോർഷനാണ്? മിഡ് ബ്രെയിൻ ആയിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. ഈ ഒരു ബ്രെയിനിൻ്റെ ഒരു ബേസൽ റീജിയൻസിൽ വരുന്ന ഒരു എന്താണ് പോർഷനാണ് മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. അഥവാ ഈ ഒരു മിഡ് ബ്രെയിനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ 3 പാർട്ടാക്കിയിട്ടുണ്ട്: ടെക്റ്റം, ടെഗ്മെന്റം, സബ്സ്റ്റാൻഷ്യൽ നിഗ്ര. ഇതിൽ സബ്സ്റ്റാൻഷ്യൽ നിഗ്രനെ വിട്ട് കഴിഞ്ഞാൽ ടെക്റ്റം, ടെഗ്മെന്റം എടുക്കാം. ഇതിന്റെ ഒരു മിഡ് ബ്രെയിൻ ഒരു ഡോർസൽ റീജിയൻ, അഥവാ അതിന്റെ ഒരു റൂഫ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടെക്റ്റം. ടെഗ്മെന്റം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അതിന്റെ ഒരു വെൻട്രൽ റീജിയൻ, അഥവാ അതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നതാണ് ടെഗ്മെന്റം എന്ന് പറയുന്നത്. ഈ സബ്സ്റ്റാൻഷ്യൽ നിഗ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് പറഞ്ഞു? ബേസൽ ഗാംഗ്ലിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബേസൽ ഗാംഗ്ലിയയുടെ ഒരു പാർട്ട് തന്നെയാണ് ഈ സബ്സ്റ്റാൻഷ്യൽ നിഗ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ വിചാരിക്കും ബേസൽ ഗാംഗ്ലിയ നമ്മൾ എന്തെങ്കിലും ഫോർ ബ്രെയിനിൽ പറഞ്ഞല്ലോ, സോ എന്തുകൊണ്ട് നമ്മൾ അതിനെ ഈ മിഡ് ബ്രെയിനിലും പറയുന്നു എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. സോ ഈ ഒരു ബേസൽ ഗാംഗ്ലിയന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ടീലെൻസെഫാലോണിലും ഡിഎൻസെഫാലോണിലും മീസെൻസെഫാലോണിലും ഒരുപോലെ കാണുന്ന സാധനമാണ്. എന്താണ് മീസെൻസെഫാലോൺ എന്ന് വെച്ചാൽ, മിഡ് ബ്രെയിനിന് പറയുന്ന വേറൊരു നെയിമാണ് മീസെൻസെഫാലോൺ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള 3 റീജിയൻസ് ആണ്, അഥവാ 3 പോർഷൻസ് ആണ് എന്തിലുള്ളത്? ഈ ഒരു എന്താ പറയാ മിഡ് ബ്രെയിനിലുള്ളത്. ടെക്റ്റം, ടെഗ്മെന്റം ആൻഡ് സബ്സ്റ്റാൻഷ്യൽ നിഗ്ര. നമ്മൾ പറഞ്ഞു ടെക്റ്റം എന്ന് പറഞ്ഞാൽ ഡോർസൽ റീജിയൻ ആണ്, അഥവാ ഈ മിഡ് ബ്രെയിനിന്റെ റൂഫിലുള്ള ഒരു പൊസിഷനാണ്, റീജിയൻ ആണ് ടെക്റ്റം എന്ന് പറഞ്ഞു. ഈ ടെക്റ്റത്തിന്റെ പ്രത്യേകത വെച്ചാൽ അതിന് 2 പോർഷൻസ് ഉണ്ട്: സുപ്പീരിയർ കോളിക്കുലസ് ആൻഡ് ഇൻഫീരിയർ കോളിക്കുലസ്. ഈ കോളിക്കുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉണ്ട, അഥവാ ഒരു ബൾജായിട്ടുള്ള 2 റീജിയൻസ് ആണ് ഈ ഒരു ടെക്റ്റത്തിൽ പ്രസന്റ് ആയിട്ടുള്ള സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ കോളിക്കുലസ്. ഈ ഒരു സുപ്പീരിയർ കോളിക്കുലസിന്റെ ഫംഗ്ഷൻ എന്താ വെച്ചാൽ നമ്മുടെ വിഷനിലും കാര്യങ്ങളൊക്കെ, വിഷനറി റിഫ്ലെക്സസും കാര്യങ്ങളും അതിലൊക്കെ ഹെൽപ്പ് ചെയ്യാണ് ആരുടെ ഫംഗ്ഷന്? സുപ്പീരിയർ കോളിക്കുലസിന്റെ ഫംഗ്ഷൻ. ഇൻഫീരിയർ കോളിക്കുലസിന്റെ ഫംഗ്ഷനിൽ ഓഡിറ്ററി റിഫ്ലെക്സസ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷന്? ഈ ഒരു ഇൻഫീരിയർ കോളിക്കുലസിന്റെ ഫംഗ്ഷൻ. ഇനി അത് കഴിഞ്ഞുള്ള റീജിയൻ ആണ് ടെഗ്മെന്റം. ടെഗ്മെന്റം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെൻട്രൽ റീജിയൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോർ ബ്രെയിനെയും ഈ ഹൈൻഡ് ബ്രെയിനെയും അതുപോലെ തന്നെ ഈ ഒരു എന്താ നമ്മുടെ മിഡിൽ ഇതുണ്ടല്ലോ, എന്താ പറയാ സ്പൈനൽ കോഡ് ഉണ്ടല്ലോ. സോ ഇത്തരത്തില് ഈ ഒരു ഫോർ ബ്രെയിനെയും അതിന്റെ താഴെയായിട്ടുള്ള പാർട്സുകളൊക്കെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഒരു എന്താ പറയാ ഈ ടെഗ്മെന്റത്തിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ബേസിക് ആയിട്ടുള്ള റീജിയൻ ആണ്, താഴെയുള്ള റീജിയൻ ആണ്. അതുപോലെ തന്നെ ഹോമിയോസ്റ്റാസിസ് പോലത്തെ ഫംഗ്ഷൻസിലും അത്തരത്തിലുള്ള കാര്യങ്ങളിലും ഒക്കെ ആർക്ക് പങ്കുണ്ട്? നമ്മുടെ ടെഗ്മെന്റത്തിന് ചെറിയ റോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ പിന്നെ അടുത്ത റീജിയൻ സബ്സ്റ്റാൻഷ്യൽ നിഗ്ര. ഈ സബ്സ്റ്റാൻഷ്യൽ നിഗ്ര വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേസൽ ഗാംഗ്ലിയയുടെ ചെറിയൊരു പാർട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സബ്സ്റ്റാൻഷ്യൽ നിഗ്രയുടെ ഒരു പ്രത്യേകത വെച്ചാൽ ഒത്തിരി ഡാർക്ക് ടോൺഡ് ആയിട്ടുള്ള, അഥവാ ഒരു ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള ഒരു ഡാർക്ക് പിഗ്മെന്റഡ് ആയിട്ടുള്ള ഒരു റീജിയൻ ആണ് എന്ത് സബ്സ്റ്റാൻഷ്യൽ നിഗ്ര എന്ന് പറഞ്ഞാൽ. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവിടെ ഈ ഒരു മെലനിൻ ഉണ്ടല്ലോ, നമുക്കറിയാം നമുക്ക് ബോഡിയിൽ ഡാർക്ക് ആയിട്ടുള്ള കളർ കൊണ്ടുവരുന്നത് മെലനിനാണ്. സോ ഈ മെലനിന്റെ പ്രസൻസ് ആ ഭാഗത്ത് കൂടുതലായതുകൊണ്ട് തന്നെ ഒരു ഇച്ചിരി ഡാർക്ക് പിഗ്മെന്റഡ് ആയിട്ടുള്ള ഒരു എന്താണ് റീജിയൻ ആണ് ഈ ഒരു സബ്സ്റ്റാൻഷ്യൽ നിഗ്ര എന്ന് പറഞ്ഞാൽ. ഇവരുടെ ഒരു പരിപാടി നല്ല ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യുക, അതിന്റെ ബേസിസിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതാണ് ആരുടെ പരിപാടി? ഈ ഒരു സബ്സ്റ്റാൻഷ്യൽ നിഗ്ര അവരുടെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. പിന്നെ മൂവ്മെന്റ്സിലും ഒക്കെ, ബോഡി മൂവ്മെന്റിലും കാര്യങ്ങളിലും ഒക്കെ ആർക്ക് ഫംഗ്ഷൻ ഉണ്ട്? ഈ ഒരു സബ്സ്റ്റാൻഷ്യൽ നിഗ്രയ്ക്ക് ചെറിയ റോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മിഡ് ബ്രെയിൻ ചോദിക്കുമ്പോൾ പറയാനുള്ളത്. ഒരുപാട് റീജിയൻസ് ബാക്കിയുള്ള 2 കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, ഫോർ ബ്രെയിനെയും ഹാൻഡ് ബ്രെയിനെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്തരത്തിൽ ഒരുപാട് റീജിയൻസും കാര്യങ്ങളൊന്നും ഇല്ലാതെ ചെറിയൊരു പോർഷനാണ് എന്ത് പറഞ്ഞാൽ ഈ ഒരു മിഡ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് വളരെ കുറച്ച് കാര്യങ്ങൾ അതിലുള്ളൂ, കുറച്ച് കാര്യങ്ങളെ നമുക്ക് അതിൽ പറയാനും പഠിക്കാനൊക്കെ ഉള്ളൂ. ഓക്കെ, ഇതിൽ അടുത്ത പോർഷനാണ് എന്ത്? നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞു? ഫോർ ബ്രെയിൻ പറഞ്ഞു, മിഡ് ബ്രെയിൻ പറഞ്ഞു, അത് കഴിഞ്ഞുള്ള പോർഷനാണ് എന്ത്? ഹാൻഡ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ. അഥവാ ഏറ്റവും താഴെയുള്ള റീജിയൻ എന്ന് പറയാം. ബ്രെയിനിന്റെ ഏറ്റവും വെൻട്രൽ സൈഡിലുള്ള, അഥവാ ഏറ്റവും താഴെയുള്ള റീജിയനാണ് എന്ത് പറയുന്നത്?
ഹൈൻഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഹൈൻഡ് ബ്രെയിനിൽ എന്തൊക്കെയുണ്ട് നോക്കാം. പോൺസ്, അതുപോലെ സെറിബെല്ലുണ്ട്, മെഡുല്ല ഒബ്ലോങ്കേറ്റ ഉണ്ട്. ഓക്കെ, ഇത്ര റീജിയൻസ് ആണ് എന്തിലുള്ളത്, ഹൈൻഡ് ബ്രെയിനിലുള്ളത്. ഇവരുടെ ഈ ഹൈൻഡ് ബ്രെയിനിനെ നമ്മൾ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ്? മീറ്റൻസെഫലം ആൻഡ് മാലൻസെഫലം. ഈ മീറ്റൻസെഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോൺസും അതുപോലെ സെറിബെല്ലും അടങ്ങിയിട്ടുള്ളതാണ് മീറ്റൻസെഫലം എന്ന് പറയുന്നത്. മാലൻസെഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ്, ഈ മെഡുല്ല ഒബ്ലോങ്കേറ്റയുടെ വേറൊരു നെയിമാണ് മാലൻസെഫലം എന്ന് പറയാം. ഓക്കെ, അതാണ് ഇത്തരത്തിലുള്ള രണ്ട് റീജിയൻസ് ആയിട്ട് മീറ്റൻസെഫലം ആൻഡ് മാലൻസെഫലമായിട്ട് രണ്ട് പാർട്സ് ആയിട്ട് ആരെ തരംതിരിച്ചിട്ടുണ്ട്, ഈ ഒരു ഹൈൻഡ് ബ്രെയിനിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്ലാസിഫൈ അല്ല, തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ഹാൻഡ് ബ്രെയിൻ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെറിബെല്ലുണ്ട്, അതുകൊണ്ട് തന്നെ മൂവ്മെന്റ് കോർഡിനേഷൻസിലും കാര്യങ്ങളൊക്കെ അവർക്ക് ഫംഗ്ഷൻ ഉണ്ടാവും. അതുപോലെ മെഡുല്ല ഒബ്ലോങ്കേറ്റ ഉള്ളതുകൊണ്ട് നമ്മുടെ ഇൻവോളണ്ടറി ആയിട്ടുള്ള ലൈക്ക് ഹാർട്ട് ബീറ്റിങ്, ബ്രീത്തിങ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് വേണം ഫംഗ്ഷൻ ഉണ്ട്. അല്ല ബോഡി മൂവ്മെന്റ്സ് കോർഡിനേറ്റ് ചെയ്യുന്നതിൽ മീൻസ് ഒരുപാട് ലൈക്ക് ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരുപാട് ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു റീജിയനാണ് എന്ത് പറയുന്നത്, ഹൈൻഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. സോ ഇത് എന്താ പറയുക, നമ്മുടെ ഹൈൻഡ് ബ്രെയിനിലല്ലേ, ഈ ഒരു ഹൈൻഡ് ബ്രെയിനും അതുപോലെ മിഡ് ബ്രെയിനും കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്, ബ്രെയിൻ സ്റ്റെം ഉണ്ടാവുന്നത്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ കംപ്ലീറ്റ്ലി ഹൈൻഡ് ബ്രെയിൻ മിഡ് ബ്രെയിൻ എന്നില്ല. ഈ ഒരു ഹൈൻഡ് ബ്രെയിനിലുള്ള സെറിബലിനെ ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പോൺസ്, മെഡുല്ല, അതുപോലെ മിഡ് ബ്രെയിൻ, ഈ ഒരു പോൺസും മെഡുല്ലും മിഡ് ബ്രെയിനും കൂടി കൂടിയ ഒരു റീജിയനാണ്. അഥവാ ആ ഒരു സംഭവത്തിനെയാണ് നമ്മൾ പറയുന്നത് ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്നത്. അതൊരു നമ്മുടെ ഫ്രോണ്ടൽ ലോബിനെയും അതുപോലെ തന്നെ ഈ സ്പൈനൽ കോഡിനെയും ഒക്കെ കണക്ട് ചെയ്യുന്ന, ഓക്കെ, അത്തരത്തിൽ കണക്ട് ചെയ്യുന്ന ഒരു റീജിയനാണ് എന്ത്, ഈ ഒരു ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്തൊക്കെയാണുള്ളത്, പോൺസ് ഉണ്ട്, അതുപോലെ മെഡുല്ല ഉണ്ട്, പിന്നെ അതും എന്ത് മിഡ് ബ്രെയിൻ, ഈ ഒരു മൂന്ന് റീജിയൻ കൂടി ചേർന്നത്. അല്ല മിഡ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സുപ്പീരിയർ പോർഷനാണ്, ബ്രെയിൻ സ്റ്റെമിന്റെ ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള അഥവാ ഏറ്റവും മുകളിലുള്ള പോർഷനാണ് മിഡ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ. പോൺസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് കിടക്കുന്ന പോർഷനാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ബൾജി ആയിട്ടുള്ള അഥവാ ചെറിയ രീതിയിലൊരു ബൾജ് ചെയ്ത് കിടക്കുന്ന ഒരു റീജിയനാണ് എന്ത് പറയുന്നത്, പോൺസ് എന്ന് പറയുന്നത്. ഇവരുടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കണ്ടക്ഷൻ പാത്വേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് നെർവ്സ് ഉണ്ട്. ലൈക്ക് ഈ ഒരു നെർവ്സിനെ നമ്മുടെ ഈ ഒരു മെഡുല്ല ഒബ്ലോങ്കേറ്റയും അതുപോലെ ഈ ഒരു ബ്രെയിൻ ഫോർ ബ്രെയിനും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് രീതിയിലുള്ള നെർവ്സും കാര്യങ്ങളൊക്കെ പ്രസന്റ് ആയിട്ടുള്ള അത്തരത്തിലുള്ള കണക്ഷനും കാര്യങ്ങളും അത്തരത്തിലുള്ള കണ്ടക്ഷനും കാര്യങ്ങളും അത്തരത്തിലുള്ള പാത്വേയും കാര്യങ്ങളൊക്കെ ഒരു വഴിയൊരുക്കുന്ന ഒരു റീജിയനാണ് എന്ത് പറയുന്നത്, ഈ ഒരു പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ അത് കഴിഞ്ഞിട്ടുള്ള റീജിയനാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. മെഡുല്ല ഒബ്ലോങ്കേറ്റ നമുക്കറിയാം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് വൈറ്റ് മൈറ്റാണ്, മീൻസ് വൈറ്റ് കളറിലാണ് കാണാനുള്ളത്. അത് ലൈക്ക് ഒരിക്കലും നിൽക്കുന്ന സാധനമല്ല. അത് പോൺസിന് താഴെയാണ്, ഇൻഫീരിയർ ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അത് താഴേക്ക് ഇങ്ങനെ ഡെവലപ്പ് ആയി പോവാണ്. അത് കുറച്ച് ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ സ്പൈനൽ കോഡായിട്ട് പോകും. എവിടെ നിന്നും അതാവുന്നത്, ഫോറാമൻ മാഗ്നം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, ഫോറാമൻ മാഗ്നത്തിൽ നിന്നാണ് ബ്രെയിനും സ്പൈനൽ കോഡും കണക്ട് ചെയ്യുന്ന ആ ഒരു ഓപ്പണിംഗ് ആണ് നമ്മൾ ഫോറാമൻ മാഗ്നം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഒരു ഫോറാമൻ മാഗ്നം വരെ അത് എന്തായാലും നിൽക്കും, മെഡുല്ല ഒബ്ലോങ്കേറ്റ നിൽക്കും. അതിനുശേഷം അത് സ്പൈനൽ കോഡായിട്ട് പോകും. ഓക്കെ, സോ ഈ ഒരു മെഡുല്ല ഒബ്ലോങ്കേറ്റ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇൻവോളണ്ടറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നതൊക്കെ ആരാണ്, ഈ മെഡുല്ല ഒബ്ലോങ്കേറ്റ ആണ്. ഓക്കെ, ആൻഡ് ഏത് രീതിയിലുള്ള നെർവ്സ് ആണെങ്കിലും ബ്രെയിനിക്കാണ് മുകളിലേക്ക് പോകുന്നത്, ബ്രെയിനിക്കാണ് താഴത്തേക്ക് വരുന്നത്, അസെൻഡിങ് ആണെങ്കിലും ഡിസെൻഡിങ് ആണെങ്കിലും എല്ലാ നെർവ്സും അല്ലെങ്കിൽ എല്ലാ രീതിയിലുള്ള സിഗ്നൽസും മെസ്സേജസും കാര്യങ്ങളൊക്കെ ഈ ഒരു മെഡുല്ല ഒബ്ലോങ്കേറ്റയിലൂടെ പാസ് ചെയ്തിട്ടാണ് പോവുക, എല്ലായിടത്തേക്കും എത്തുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ പറയാനുള്ള, ഹൈൻഡ് ബ്രെയിനിൽ പറയാനുള്ള. സെറിബെല്ലം കൂടി പറയുന്നുണ്ട് അല്ലെ, സെറിബെല്ലം നമ്മൾ വിട്ടുപോയി. ഈ സെറിബെല്ലം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഈ ഒരു ബ്രെയിനിന്റെ ഏറ്റവും സെക്കൻഡ് ലാർജസ്റ്റ് പോർഷൻ ആണ് സെറിബെല്ലം എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു മൂവ്മെന്റ് കോർഡിനേഷനും കാര്യങ്ങളൊക്കെയാണ്. മൂവ്മെന്റ് അവർ ജനറേറ്റ് ചെയ്യില്ല. ഓക്കെ, പുതിയൊരു മൂവ്മെന്റ് ജനറേറ്റ് ചെയ്യുന്നതിലല്ല, അതിൻ്റെ ഒരു ആക്യുറസി അതുപോലെ അതിൻ്റെ ഒരു കോർഡിനേഷൻ പ്രോപ്പർ ആക്കുന്നതിലൊക്കെയാണ് അതിൻ്റെ ഒരു ഫംഗ്ഷൻ കിടക്കുന്നത്, ഈ ഒരു സെറിബെല്ലത്തിന്റെ ഫംഗ്ഷൻ കിടക്കുന്നത്. ഈ സെറിബെല്ലത്തിന്റെ സെറിബെല്ലാർ പിഡങ്കിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള 3 ബണ്ടിൽസ് ഉണ്ട്. എന്തിന്റെ മൈലിനേറ്റഡ് ആയിട്ടുള്ള നെർവ് ഫൈബേഴ്സിന്റെ 3 ബണ്ടിൽസ് ഉണ്ട്. അത് നമ്മൾ പറയുന്ന പേരാണ് സെറിബെല്ലാർ പിഡങ്കിൾസ്. സെറിബെല്ലത്തിൽ കാണപ്പെടുന്നതാണ്. ഈ ഒരു സെറിബെല്ലാർ പിഡങ്കിൾസിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സെറിബെൽ ഉണ്ടാവും. ഈ സെറിബെല്ലത്തിനും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലുള്ള ബാക്കിയുള്ള പാർട്സിനും തമ്മിൽ കണക്ട് ചെയ്യുക എന്നുള്ള ഫംഗ്ഷനാണ് ആർക്കുള്ളത്, ഒരു സെറിബെല്ലാർ പിഡങ്കിൾസിനുള്ളത്. ഓക്കെ, മേ ബി ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഒരു മാർക്കിനൊക്കെ ആയിട്ട് കേട്ടോ. സോ പിന്നെ ബാക്കിയുള്ള സെറിബെല്ലത്തിന്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്തിൽ പറയാനുള്ളത്,
ഹൈൻഡ് ബ്രെയിനിൽ വരാനുള്ള. അത് കഴിഞ്ഞിട്ടുള്ള നമുക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്, ബ്രെയിൻ വെൻട്രിക്കിൾസ് ആൻഡ് CSF. അഥവാ നമ്മുടെ ബ്രെയിനിലൊക്കെ ഒരുപാട് കാവിറ്റീസ് ഉണ്ട്, പരസ്പരം ഇന്റർ കണക്റ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ചില കാവിറ്റീസും കാര്യങ്ങളൊക്കെ നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിൽ പ്രസന്റ് ആണ്. അത്തരത്തിലുള്ള കാവിറ്റീസിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ബ്രെയിൻ വെൻട്രിക്കിൾസ് എന്നുള്ളത് അല്ലേ. സോ ഈ ബ്രെയിൻ വെൻട്രിക്കിൾസ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഫിൽഡ് ആയി കിടക്കുന്നത്. എന്താണ് ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിന്റെ ഫംഗ്ഷൻ? നമ്മളെല്ലാവരും പല സാഹചര്യത്തിൽ പല സമയങ്ങളിലായിട്ട് കേട്ടിട്ടുണ്ടാവും സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട്, അതിന്റെ ഫംഗ്ഷൻ ഇതാണെന്നൊക്കെ അല്ലേ. പ്രൊട്ടക്ഷൻ എന്ന ഫംഗ്ഷൻ ഉണ്ട്, പിന്നെ ബ്രെയിൻ ഒരു കുഷനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു അടിയൊക്കെ കിട്ടുന്ന സമയത്ത് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കുറയ്ക്കാന്നുള്ള ഇതിൽ ആര് വർക്ക് ചെയ്യുന്നുണ്ട്, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് അവിടെയുള്ള വേസ്റ്റ് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുന്നതിന് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു പ്രൊട്ടക്ഷൻ മെക്കാനിസം ആയിട്ട് ആര് നിൽക്കുന്നുണ്ട്, ഈ ഒരു സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് നിൽക്കുന്നുണ്ട്. സോ ഇത്തരത്തിൽ ഒരുപാട് ഫംഗ്ഷൻസ് ഉള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡാണ് എന്ത്, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിൽ പറയാനുള്ളത്, നമ്മുടെ ബ്രെയിനിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ്, സ്പൈനൽ കോഡ്, അതിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ്. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ എടുക്കാം കേട്ടോ.